നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ പലഹാരമാണ് മാവുണ്ട. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. മാവുണ്ടയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മൾ 2 നാഴി ഇരുനാഴി പച്ചരി കുതിർത്ത് പൊടിച്ചെടുത്ത പൊടിയാണിത്. ചെറിയ തരി ഉണ്ടായിരിക്കും, ഒന്ന് തീരെ പൗഡർ പോലെ പൊടിയുകയും ചെയ്യരുത്. 2 ഗ്ലാസ് പച്ചരി കുതിർത്ത് പൊടിച്ചത്, ഒരു 4 കപ്പ് തേങ്ങാ തിരുമ്മി, ഒരു വലിയ തേങ്ങാ തിരുമ്മി അത് ഏകദേശം 4 കപ്പ് തേങ്ങ ചുരണ്ടിയത് കിട്ടും. 2 സ്പൂണ് ചുക്ക്, ജീരകം, ഏലക്ക എന്നിവ പൊടിച്ചതാണ് 2 സ്പൂണ്. അതുപോലെ മുഴുവനായിട്ടുള്ള ജീരകം 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു 1/4 കിലോ ശർക്കര, ഇത് നമുക്ക് പാനിയാക്കി എടുക്കണം. 1/4 കിലോ ശർക്കര, ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. ആദ്യമായിട്ട് നമുക്ക് മാവിലേക്ക് ഈ തേങ്ങയും ജീരകവും കൂടെ ചേർത്ത് വെച്ച് നല്ലവണ്ണം ഇളക്കി ഒരു 10 മിനിറ്റ് വെച്ചേക്കാം. നമ്മൾ സ്റ്റൗ കത്തിച്ചു. ഈ അരിമാവും തേങ്ങയും എല്ലാം കൂടെ ചേർത്തത് സ്റ്റൗവിലോട്ട് വെച്ച് ഇളക്കി തുടങ്ങണം. നമുക്ക് ഇത് ഒന്ന് ചുമന്ന് വരുന്നിടം വരെ നമുക്ക് ഇളക്കണം. ശകലം സമയമെടുക്കാം നമുക്ക്. അപ്പോഴേക്ക് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഒരു മീഡിയം തീയിലിട്ട് വേണം നമുക്കിത് ഇളക്കാം. നമ്മുടെ അരിപ്പൊടിയും തേങ്ങയും കൂടെ നല്ലവണ്ണം ചുമന്ന് ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ പരുവം വരെ ആയിരുന്നു. ഏകദേശം 1/2 മണിക്കൂറോളം നമ്മൾ ഇത് അടുപ്പത്ത് വെച്ച് ഇളക്കിയിട്ടാണ് ഈ പരുവാകുന്നത്. സമയമില്ലാത്തവർ നമ്മൾ മില്ലിൽ കൊണ്ട് കൊടുത്താൽ, അരിയും തേങ്ങയും കൂടെ കൊടുത്താൽ അവർ ഈ അവലോസിന് പോലെ വറുത്ത് തരും. ഇനി നമുക്കിത് വാങ്ങിയെടുത്ത് പൊടിക്കണം. വറുത്തെടുത്ത നമ്മുടെ അരിപ്പൊടിയും തേങ്ങയും കൂടെ ഒന്ന് തണുത്തു. ഈ തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ മിക്സിയിലിട്ട് അടിക്കാവൂ. മിക്സിയിലിട്ട് കുറേശ്ശെ നല്ലവണ്ണം പൊടിച്ചെടുക്കാം. ഒരുവിധം നമുക്ക് പൊടിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ട് നമുക്ക് ബാക്കിയൂടെ പൊടിക്കാം. ഈ വിധത്തിന് നമുക്ക് പൊടിച്ചെടുക്കണം. ഇത് നല്ലവണ്ണം നമ്മൾ പൊടിച്ച് റെഡിയായിട്ടുണ്ട്. ഇതിന് നമ്മൾ അല്പം മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാവുണ്ട ഉരുട്ടിയിട്ട് ഇതിനകത്തോട്ട് ഇട്ട് ഒന്ന് ഉരുട്ടിയെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. അതിന് വേണ്ടിയാണ് മാവുണ്ട ഇതിനകത്തോട്ടാണ് ഉരുട്ടിയിടുന്നത്. നമ്മൾ ആ സമയം കൊണ്ട് ശർക്കര പാനിയാക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 1/4 കിലോ ശർക്കരയ്ക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് നമ്മൾ അടുപ്പത്ത് വെച്ച് ഒരു നൂൽ പരുവമാകുന്നിടം വരെ നമ്മൾ ഇത് ഇളക്കണം. അത് കൂടാൻ പാടില്ല, ഭയങ്കര കട്ടിയായി പോകും മാവുണ്ട. നമ്മുടെ ശർക്കര പാനി നൂൽപ്പരുവമായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഗ്യാപ്പില്ലാതെ നൂല് പോലെ വീഴുന്ന പരുവാണ് നൂൽപ്പരുവ്. ഈ പരുവത്തിൽ ഇത് കൂടിക്കഴിഞ്ഞാൽ മുറുകിപ്പോകും. നമുക്ക് ഒഴിക്കാം. കുറേശ്ശെ ഒഴിച്ച് നമുക്ക് ഇളക്കാം. ചൂടോടെ തന്നെ നമുക്ക് ഇതിനകത്തിലോട്ട് ഒഴിച്ച് നല്ലവണ്ണം ഇളക്കാം. എന്നിട്ട് ഒരുവിധം ചൂടോടെ തന്നെ നമ്മളിത് ഉരുട്ടിയെടുക്കുകയും വേണം. ഇത് തണുത്ത് പോലെ. അതിൻ്റെ കൂടെ നമുക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ചുക്കും ജീരകവും ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കും. നമുക്കൊന്ന് നോക്കാം. മുറുകി വരുന്നുണ്ട്. ചൂടോടെ തന്നെ ഈ പരുവത്തിൽ ഉരുട്ടി നമ്മൾ ഈ പൊടിയിലിട്ടിട്ട് ഉരുട്ടുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഓരോന്നും നമ്മുടെ മാവുണ്ടയെല്ലാം കംപ്ലീറ്റ് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നല്ല മയമുണ്ട്, വലിയ കല്ലിപ്പില്ല. കാരണം ശർക്കര കറക്റ്റ് നമ്മുടെ
മെൽറ്റിങ് കറക്റ്റായിട്ടുണ്ട്.